ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേരാഫഡ് ജൂനിയർ അസിസ്റ്റന്റ്, എൽഡി ക്ലർക്ക്, അപ്പെക്സ് സൊസൈറ്റീസ്, ബ്രാഞ്ച് മാനേജർ തുടങ്ങിയ പോസ്റ്റുകൾക്ക് വേണ്ടി PSC 23/4/2024 നടത്തുന്ന എക്സാമിന്റെ സബ്ജക്ട് വൈസ് ക്ലാസ് ആണ്. ഫസ്റ്റ് ഇവിടെ പറയുന്നത് കോപ്പറേറ്റീവ് ഓഡിറ്റിനെ കുറിച്ചാണ്. അതിന്റെ ഫസ്റ്റ് പാർട്ടാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ കോപ്പറേറ്റീവ് ഓഡിറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി പഠിക്കും. അതിൽ ഫസ്റ്റ് പഠിക്കുന്നത് സെക്ഷൻ 63 ആണ്. അതിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് സെക്ഷൻ നോക്കാം. സെക്ഷൻ 63(1) അതിൽ പറയുന്നത് ഗവൺമെന്റ് ഷാൽ അപ്പോയിന്റ് എ പേഴ്സൺ ആസ് എ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആണ്. ഒരു പേഴ്സണിനെ ഗവൺമെന്റ് ആണ് എന്ത് ചെയ്യണ? ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആയി നിയമിക്കുന്നത്. ഇതൊരു എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അത് ക്വസ്റ്റ്യൻ വന്നത് ദി ഗവൺമെന്റ് ഷാൽ അപ്പോയിന്റ് ഡാഷ് ആസ് എ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആണ്. പക്ഷെ അതിൽ ഓപ്ഷൻ കൊടുത്തിരുന്നത് IAS, IPS എല്ലാവരും എന്താ IAS ഓഫീസർ എന്നാണ് എഴുതിയത്. ഇല്ല, ആൻസർ എന്ന് വെച്ചാൽ എന്താണ്? എ പേഴ്സൺ ആണ്. എ പേഴ്സൺ ആസ് എ പേഴ്സണിനെയാണ് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആയി ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്നത്. അടുത്തത് സെക്ഷൻ 63(2) ആണ്. 63(2)ൽ പറയുന്നതാണ് ക്വാളിഫിക്കേഷൻ ആൻഡ് കണ്ടീഷൻ ഓഫ് DCA. ക്വാളിഫിക്കേഷനും അവരുടെ കണ്ടീഷനെ കുറിച്ച് വിശദീകരിക്കുന്നത് ഏതാണ്? സെക്ഷൻ 63(2)ലാണ്. അടുത്ത നെക്സ്റ്റ് 63(3) ഏതാണ്? ഇറ്റ് ഷാൽ ഡ്യൂട്ടി ഓഫ് മാനേജിംഗ് കമ്മിറ്റി ടു ഓഡിറ്റ് അക്കൗണ്ട്സ് ഓഫ് എവരി സൊസൈറ്റി. ഒരു സൊസൈറ്റിയുടെ ഓഡിറ്റ് ചെയ്യാൻ ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യാനുള്ള അധികാരം എപ്പോഴും മാനേജിംഗ് കമ്മിറ്റിക്ക് ആയിരിക്കും. സെക്ഷൻ 63(4) ആണ്. Accounts should be audited once in every year, should be audited within 6 months from date of completion of financial year. ഒരു ഫൈനാൻഷ്യൽ ഇയർ കഴിഞ്ഞ് 6 മാസത്തിനകം ഒരു സൊസൈറ്റി ഓഡിറ്റ് ചെയ്യണം എന്ന് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 63(4)ലാണ്. അടുത്ത സെക്ഷൻ 64(5) ആണ്. പ്രൊസീജിയർ ടു ബി അഡോപ്റ്റഡ് ഇൻ ഓഡിറ്റിംഗ് ദി അക്കൗണ്ട്സ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഷുഡ് ബി സ്പെസിഫൈഡ് ഇൻ ഓഡിറ്റ് മാനുവൽ അപ്രൂവ്ഡ് ബൈ DCA. ഇപ്പോൾ ഓരോ സൊസൈറ്റിയുടെയും ഓഡിറ്റ് ഡിഫറൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഒരു കെയർ സൊസൈറ്റിയുടെ ഓഡിറ്റ് പോലെ ആയിരിക്കത്തില്ല മിൽക്ക് സൊസൈറ്റിയുടെ, അതുപോലെ ആയിരിക്കില്ല ഒരു സർവീസ് സൊസൈറ്റിയുടെ. ഓരോ സൊസൈറ്റിയുടെയും ഓഡിറ്റ് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് സ്പെസിഫൈ ചെയ്യുന്നത് ഏതിലാണ്? ഓഡിറ്റ് മാനുവലിലാണ് ഓരോ സൊസൈറ്റിയും എങ്ങനെ ഓഡിറ്റ് ചെയ്യണമെന്ന് സ്പെസിഫൈ ചെയ്യുന്നത്. അതാ ഈ ഓഡിറ്റ് മാനുവൽ ആരെ അപ്രൂവ് ചെയ്യുന്നതായിരിക്കണം? DCA അപ്രൂവ് ചെയ്ത ഓരോ ഓഡിറ്റ് മാനുവൽ അനുസരിച്ചാണ് ഓരോ സൊസൈറ്റിയും ഓഡിറ്റ് ചെയ്യുന്നത്. അത് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 63(5) ആണ്. അടുത്ത സെക്ഷൻ 63(6) ആണ്. It shall be duty of DCA in consultation with the registrar to revise or update of audit manual every 5 years. ഒരു ആഡിറ്റ് മാനുവൽ റിവേഴ്സ് ചെയ്യുന്നതും അപ്ഡേറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? ഓരോ 5 വർഷം കൂടുമ്പോഴുമാണ്. അത് ആരുമായാണ് കൺസൾട്ട് ചെയ്യുന്നത്? DCA. ഈ മാനുവൽ തയ്യാറാക്കുന്നത് ആരാണ്? DCA ആണ് തയ്യാറാക്കുന്നത്. പക്ഷെ ആരുടെ കൺസൾട്ടേഷൻ ചെയ്തിട്ടാണ്? രജിസ്ട്രാറുമായിട്ടാണ്. എപ്പോഴും DCA ആരുടെ അണ്ടറിലായിരിക്കും? രജിസ്ട്രാറിന്റെ അണ്ടറിലാണ് DCA ഉള്ളത്. അത് പറയുന്ന സെക്ഷൻ അടുത്തതുണ്ട് കേട്ടോ. ഇപ്പം DCA എപ്പോഴും രജിസ്ട്രാറിന്റെ അണ്ടറിലായിരിക്കും. അതുകൊണ്ടാണ് എന്തെന്ന് ചെയ്യണേ? ആഡിറ്റ് മാനുവൽ എല്ലാം ഡിസ്കസ് ചെയ്യുന്ന ആരുടെ ആയിരിക്കും? രജിസ്ട്രാറിനോടെ ആയിരിക്കും. ഇപ്പോൾ ആഡിറ്റ് മാനുവൽ റിവേഴ്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? എല്ലാ 5 വർഷം കൂടുമ്പോഴുമാണ്. അതിനെക്കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 63(6)ലാണ്. സെക്ഷൻ 63(7) ആണ്. DCA of cooperative audit shall be under the control of registrar of cooperative society. ഒരു രജിസ്ട്രാറിന്റെ കൺട്രോളിലായിരിക്കണം DCA എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 63(7). ഇത് കഴിഞ്ഞ PSCയുടെ ഒരു എക്സാമിന് ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതേതാണ്? ഒരു DCA എപ്പോഴും രജിസ്ട്രാറിന്റെ അണ്ടറിലായിരിക്കും എന്ന് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 63(7) ആണ്. പക്ഷേ DCAയും രജിസ്ട്രാർ എന്താണ്? രണ്ടുപേരും IAS ഓഫീസറാണ്. അടുത്തത് സെക്ഷൻ 63(8) ആണ്. എവരി കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ ബി auditors or team of auditor appointed by general body or special general body from the panel approved by DCA.
എല്ലാ സൊസൈറ്റി എന്ത് ചെയ്യണം, ഓഡിറ്ററിനെ ഓഡിറ്റർ തീരുമാനിക്കുന്നത് എങ്ങനെ, ഓഡിറ്ററിനെയോ അല്ലെങ്കിൽ ടീമോ ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ജനറൽ ബോഡി അല്ലെങ്കിൽ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗിലായിരിക്കും. അത് ആര് അംഗീകരിച്ചിരിക്കുന്നതായിരിക്കണം, ഡി സി അംഗീകരിച്ചിട്ടുള്ള ഒരു പാനലിൽ നിന്നാണ് ഓഡിറ്ററിനെയും അല്ലെങ്കിൽ ഓഡിറ്റ് ടീമിനെയും ആര് നിയമിക്കുന്നത്, സൊസൈറ്റി നിയമിക്കുന്നത്. അത് പറയുന്ന സെക്ഷൻ ഏതാണ്, സെക്ഷൻ 63(8) ആണ്. സെക്ഷൻ 63(9) ആണ്. If there is no auditor available from above panel, general body appointing a firm from among the panel approved by DCA. ഇപ്പോൾ ഓഡിറ്റുകാരുടെ പാനലിൽ എന്ത് ചെയ്യണം, ഓഡിറ്റർ ഇല്ല എങ്കിൽ, അവൈലബിൾ അല്ല എങ്കിൽ ജനറൽ ബോഡിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ DC അംഗീകരിച്ചിട്ടുള്ള ഒരു ഓഡിറ്റ് ഫേമിൽ നിന്ന് എന്ത് ചെയ്യുന്ന ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യാനുള്ള അധികാരമുണ്ട് എന്ന് പറയുന്ന സെക്ഷൻ ഏതാണ്, സെക്ഷൻ 63(9) ആണ്. അടുത്ത സെക്ഷൻ 63(10) ആണ്. Financial account of all apex society shall be audited by audit firms and administrative matters are related assisted apex society should be audited by department auditors. ഒരു അപ്പെക്സ് സൊസൈറ്റിയുടെ ഫൈനാൻഷ്യൽ അക്കൗണ്ട് ഓഡിറ്റ് ചെയ്യുന്നത് എപ്പോഴും ആരായിരിക്കണം, ഓഡിറ്റ് ഫേം ആയിരിക്കണം. ഫൈനാൻഷ്യൽ അക്കൗണ്ട് അപ്പെക്സ് സൊസൈറ്റിയുടെ ഫൈനാൻഷ്യൽ അക്കൗണ്ട് ഓഡിറ്റ് ചെയ്യേണ്ടത് എപ്പോഴും ഓഡിറ്റ് ഫേം ആയിരിക്കണം. എന്നാൽ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സും അതിലെ റിലേറ്റഡ് ആയ അസിസ്റ്റഡ് സൊസൈറ്റിയുടെ എപ്പോഴും ഓഡിറ്റ് ചെയ്യുന്നത് എപ്പോഴും ഡിപ്പാർട്ട്മെന്റ് ഓഡിറ്റേഴ്സ് ആയിരിക്കും. ഇത് രണ്ടും കൂടി തെറ്റിപ്പോരുത്. ഫൈനാൻഷ്യൽ അക്കൗണ്ട് അപ്പെക്സ് സൊസൈറ്റിയുടെ ഫൈനാൻഷ്യൽ അക്കൗണ്ട് ഓഡിറ്റ് ചെയ്യുന്നത് ഓഡിറ്റ് ഫേമും അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ് എല്ലാം ഓഡിറ്റ് ചെയ്യുന്നത് ആരാണ്, ഓഡിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഓഡിറ്റേഴ്സും ആയിരിക്കും. 63(11) ആണ്. ഓഡിറ്റ് റിപ്പോർട്ട് ഓഫ് accounts of apex society should be laid on by government before the legislative assembly. അപ്പെക്സ് സൊസൈറ്റിയുടെ ഓഡിറ്റ് റിപ്പോർട്ട് ഫസ്റ്റ് കൊടുക്കേണ്ടത് എവിടെയാണ്, ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലാണ്. ആ സെക്ഷൻ ഏതാണ്, സെക്ഷൻ 63(11) ആണ്. അടുത്തത് സെക്ഷൻ 63(12). It is a responsibility of managing committee to convince the general body or special general body meeting appoint a auditor or audit firm. ഒരു മാനേജിംഗ് കമ്മിറ്റിയുടെ റെസ്പോൺസിബിലിറ്റിയാണ് എന്ത് ചെയ്യണം, ഒരു സൊസൈറ്റിയുടെ ഓഡിറ്റ് നടത്തേണ്ടത്. അപ്പോൾ ഓഡിറ്റ് അപ്പോയിന്റ് ചെയ്യുന്നത് ഏതിലാണ്, ജനറൽ ബോഡി മീറ്റിങ്ങിലോ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിങ്ങിലോ വെച്ച് ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നതാണ്. അതിന്റെ റെസ്പോൺസിബിലിറ്റി എപ്പോഴും മാനേജിംഗ് കമ്മിറ്റിക്ക് ആയിരിക്കും. അതിന്റെ സെക്ഷൻ ഏതാണ്, സെക്ഷൻ 63(12) ഇതിനെക്കുറിച്ച് പറയുന്നത്. ഈ ആഡിറ്റുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്യാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഓഡിറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ദി പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഓഫ് ഡാഷ്. The audit of cooperative society is a primary responsibility of DCA. ഒരു കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓഡിറ്റ് വിങ്ങിന്റെ ഹെഡ് എന്ന് പറയുന്നത് എപ്പോഴും DCA ആണ്. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ, സെക്ഷൻ 64 deals with ആൻസർ സ്കോപ്പ് ഓഫ് ഓഡിറ്റ്, പവേഴ്സ് ഓഫ് DC ആൻഡ് പ്രൊസീജിയർ ഓഫ് ഓഡിറ്റ് എന്നിവയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സെക്ഷനാണ് 64. ഏതൊക്കെയാണ് സെക്ഷൻ 64 ഡിസ്കസ് ചെയ്യുന്നത്? സ്കോപ്പ് ഓഫ് ഓഡിറ്റ്, പവേഴ്സ് ഓഫ് DCA ആൻഡ് പ്രൊസീജിയർ ഓഫ് ഓഡിറ്റ്. അത് ക്വസ്റ്റ്യൻ നമ്പർ 3. വാട്ട് ഈസ് എ ഫസ്റ്റ് ഡ്യൂട്ടി ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റർ? ഇത് സ്ഥിരമായി എക്സാമിന് ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ.
The first duty of cooperative auditor എന്ന് വെച്ചാൽ വെരിഫിക്കേഷൻ ഓഫ് ക്യാഷ് ബാലൻസ് ആണ്. ഫസ്റ്റ് ഡ്യൂട്ടി ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റർ എന്താണ്? വെരിഫിക്കേഷൻ ഓഫ് ക്യാഷ് ബാലൻസ്. Question number 4. DCA shall under the control of dash. രജിസ്റ്റർ. DCA shall under the control of രജിസ്റ്റർ. ഇതിനെക്കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ്? നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. സെക്ഷൻ 63(7)ലാണ് DCA രജിസ്ട്രാറിന്റെ കൺട്രോളിലാണെന്ന് പറയുന്നത്. ആണ്. പീരിയഡ് ഓഫ് കീപ്പിംഗ് ദി ബുക്സ് ആൻഡ് അക്കൗണ്ട്സ് ഓഫ് സൊസൈറ്റി ഈസ് സ്പെസിഫൈഡ് ഇൻ റൂൾ. റൂൾ 31 അനുസരിച്ചാണ് ഒരു സൊസൈറ്റിയുടെ ബുക്സും അക്കൗണ്ട്സും എത്ര പീരീഡ് വരെ സൂക്ഷിക്കണമെന്ന് പറയുന്നത്. ഇപ്പോൾ 6 ആണ്. Which rule specified procedure of auditing? Which rule specified procedure of auditing? Cooperative audit is a dash. Statutory audit, state control audit and government audit. The cooperative audit ഏതൊക്കെയാണ്? സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ആണ്, സ്റ്റേറ്റ് കൺട്രോൾ ഓഡിറ്റ് ആണ്, ഗവൺമെന്റ് ഓഡിറ്റ് ആണ്. ഈ എക്സാമിന് ഈ കോപ്പറേറ്റീവ് ഓഡിറ്റ് ഡാഷ് എന്ന ഈ 3 ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്ന് കണ്ടാൽ എഴുതുക കേട്ടോ. Qualification of auditor is defined in ഓഡിറ്ററിന്റെ ക്വാളിഫിക്കേഷനെ കുറിച്ച് പറയുന്ന റൂൾ ഏതാണ്? 64A ആണ്. That section deals with the DCA under the control of the Register of Cooperative Societies.
നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഒരു DCA രജിസ്റ്ററുടെ കൺട്രോളിലായിരിക്കണം എന്ന് പറയുന്ന സെക്ഷൻ 63(7) ആണ്. Defect rectification register should be maintained by dash years. Rectification register എത്ര വർഷം മെയിൻറ്റെയിൻ ചെയ്യണം? 5 വർഷമാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. The powers of DCA can be conferred as per section dash. Section 63(3) ആണ്. Dash is a post-mortem analysis of books of accounts. ആണ്. Dash is a plan or schemes of works done by auditor. പ്രോഗ്രാം ഓഡിറ്റ് പ്രോഗ്രാം എന്ന് വെച്ചാൽ എന്താ? ഓഡിറ്റ് അവരുടെ വർക്കുകൾ എങ്ങനെയൊക്കെ ചെയ്യണം എന്ന് അവർ തന്നെ ഒരു പ്ലാൻ ചെയ്യുന്ന ഇതിനെയാണ് എന്തോന്ന് പറയുന്നത്? ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. Audit classification statement is prepared by dash. കോപ്പറേറ്റീവ് ഓഡിറ്റർ ആണ്. ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. The responsibility if rectifying the defects in audit certificate should be entrusted with
മാനേജിംഗ് കമ്മിറ്റി. എന്തെങ്കിലും റെക്ടിഫിക്കേഷൻ ഡിഫക്ട്സ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് മാറ്റാനുള്ളത് ആരാണ്? മാനേജിംഗ് കമ്മിറ്റിയാണ്. Auditor should be submitted his audit report within dash from the date of the completion of audit. ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്ത് 1 മാസത്തിനകം ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. Question number 17 ആണ്. Dash is the property of an auditor. ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് ആണ്. ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് ആണ് ഓഡിറ്ററുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ാണ് ഓഡിറ്റിംഗ് ഇൻ ദി അക്കൗണ്ട്സ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ദി റെസ്പോൺസിബിലിറ്റി ഓഫ് കമ്മിറ്റി. ഒരു സൊസൈറ്റിയുടെ അക്കൗണ്ട്സുകളെല്ലാം ഓഡിറ്റ് നടത്തേണ്ട റെസ്പോൺസിബിലിറ്റി ആക്കാണ് മാനേജിംഗ് കമ്മിറ്റിയാണ്. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എവരി കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഷുഡ് audit its accounts within dash month at the close of financial year. Every cooperative society audit ചെയ്യേണ്ടത് എപ്പോഴും ഫൈനാൻഷ്യൽ ഇയർ കഴിഞ്ഞ് 6 മാസത്തിനകമായിരിക്കണം. Every cooperative society audits its accounts within 6 months from at the close of financial year. Number 20. From the date of receipt of audit report, DCA shall issue an audit certificate within audit memorandum within Answer 3 months. The audit report കിട്ടിക്കഴിഞ്ഞ് DCA 3 മാസത്തിനകം ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. That's question number 21. Financial statement and accounts are prepared by Chief Executive within dash months at the close of financial year.
ആൻസർ 1 month. ഫൈനാൻഷ്യൽ അക്കൗണ്ട് ക്ലോസ് ചെയ്ത് ഒരു മാസത്തിനകം ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും അക്കൗണ്ട്സും ചീഫ് എക്സിക്യൂട്ടീവ് പ്രിപ്പയർ ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 22 ആണ്. ദ ഓഡിറ്റർ ഷുഡ് കംപ്ലീറ്റ് ഓഡിറ്റ് വിത്തിൻ ഡാഷ് ഫ്രം ദി ഡേറ്റ് ഓഫ് റിസീറ്റ് ഓഫ് ദാറ്റ് സ്റ്റേറ്റ്മെന്റ്. ആൻസർ 4 month. സ്റ്റേറ്റ്മെന്റ് കിട്ടി ഓഡിറ്റ് 4 മാസത്തിന് ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 23 ആണ്. പേയ്മെന്റ് ഓഡിറ്റ് ഫീസ് ലയബിലിറ്റി ടു ഡാഷ്. Answer society. Payment to audit fee is a liability to society. Question number 24. Auditor verify the day-to-day transaction by verifying the voucher. Book of accounts is called checking. ഒരു വൗച്ചറിന്റെ സഹായത്തോടുകൂടി ആഡിറ്റർ ഡേ ടു ഡേ ട്രാൻസാക്ഷനും ബുക്ക് ഓഫ് അക്കൗണ്ട്സുകളും എല്ലാം വെരിഫൈ ചെയ്യുന്നതിന് അറിയപ്പെടുന്നത് റൂട്ടീൻ ചെക്കിംഗ് എന്നാണ്. First question. Dash is a book of register or diary maintained by audit clerk during the course of audit for recording his observation of audit, the points to be discussed with the auditor, the points of each require further clarification, etc. Answer audit notebook. Audit notebook is a book register or diary maintained by audit clerk. ഓഡിറ്റ് ക്ലർക്ക് സൂക്ഷിക്കുന്ന ഒരു രജിസ്റ്റർ അല്ലെങ്കിൽ ഡയറി അറിയപ്പെടുന്നതാണ് എന്തോന്ന് ഓഡിറ്റ് നോട്ട്ബുക്ക് എന്ന് പറയുന്നത്. ഇത് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ഇത് ഓഡിറ്റ് ചെയ്യുമ്പോൾ ഒബ്സർവേഷൻ അല്ല റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഏതെങ്കിലും പോയിന്റ് ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ അതും പിന്നെ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിലും അതെല്ലാം എഴുതി സൂക്ഷിക്കുന്ന ബുക്കിനെ അറിയപ്പെടുന്നതാണ് ഓഡിറ്റ് നോട്ട്ബുക്ക്. ഇത് എക്സാമിന് ഓഡിറ്റ് നോട്ട്ബുക്ക് കെപ്റ്റ് ബൈ ആരെന്ന് ചോദിക്കും. അപ്പോൾ ഓഡിറ്റ് ക്ലർക്ക് ഉണ്ടെങ്കിൽ എഴുതണം. ഓഡിറ്റ് ക്ലർക്ക് ഓപ്ഷനിൽ ഇല്ല എങ്കിൽ ഓഡിറ്റർ എന്ന് എഴുതണം കേട്ടോ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 26 ആണ്. ദ ഫസ്റ്റ് DCA. Answer Sri K.G. Raju ആണ് ഫസ്റ്റ് DCA. Question number 27. As per section 64, audit fee should be paid within dash from the date of getting audit certificate.
ആൻസർ 30 ഡേയ്സ്. ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടി 30 ദിവസത്തിനകം ഓഡിറ്റ് ഫീ ഗവൺമെന്റിന് സൊസൈറ്റി കൊടുക്കണം. അത് ഏത് സെക്ഷൻ അനുസരിച്ചാണ്? സെക്ഷൻ 64 അനുസരിച്ചാണ്. Question number 28. Definition of cooperative audit is specified in section. Answer section 64(1). അടുത്ത question number 29. Power of DC is specified in section. ആണ്. ഒരു DC-യുടെ പവറിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്ന സെക്ഷൻ ഏതാണ്? 64(2). Question number 30. As per Rule 65, audit fee should be paid within dash from the date of getting audit certificate. Answer 1 month. ഇത് റൂൾ 65 അനുസരിച്ചാണ്. 64 അനുസരിച്ച് 30 ഡേയ്സ്, 65 അനുസരിച്ച് റൂൾ 65 അനുസരിച്ച് ഓഡിറ്റ് ഫീ കൊടുക്കേണ്ടത് എപ്പോഴാണ്? ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടി 1 മന്തിനകം. Question number 31. The procedure to be followed by auditor is specified. Answer audit manual. The procedure to be followed by auditor is specified. Audit manual. Question number 32. The managing committee should rectify the audit defects and submit within 2 months, and such copies of rectification should be submitted to dash. ഇതിന്റെ ആൻസർ ഏതാണ്? DCA ആൻഡ് രജിസ്റ്റർ. And question number 33. If the society fails to pay audit fee, the government recover that amount by dash.
Answer, both the finance bank and managing committee. The next question. Another name of audit working papers is called. Answer, working sheet. Audit working paper and another name ഏതാണ്? Working sheet എന്നറിയപ്പെടുന്നു. Question number 35. The auditor report of all Apex society should be submitted for the dash. Answer, Legislative Assembly. Question number 36. DCA shall be prepared a panel of auditors and it should be published within dash from the close of financial year. Answer, 60 days. ഫൈനാൻഷ്യൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നതിന് 60 ദിവസം മുമ്പെയാണ് DCA ഓഡിറ്റേഴ്സിന്റെ പാനൽ പബ്ലിഷ് ചെയ്യുന്നത്. Question number 37. In the case of Apex societies, financial matters are audited by dash. Answer, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഫേംസ് ആണ്. അപ്പെക്സ് സൊസൈറ്റിയുടെ ഫൈനാൻഷ്യൽ മാറ്റേഴ്സ് ഓഡിറ്റ് ചെയ്യുന്നത് എപ്പോഴും ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഫേംസ് ആണ്. Question number 38. Audit manual should be revised, amend and update every dash years. Answer, 5 years. ഓഡിറ്റ് മാനുവൽ 5 വർഷത്തിലൊരിക്കലാണ് എന്ത് ചെയ്യുന്നത്, അമെൻഡ് ചെയ്യുന്നത്, അപ്ഡേറ്റ് ചെയ്യുന്നതല്ല. അത് ആരുമായിട്ട് ആലോചിച്ചിട്ടാണ്? രജിസ്ട്രാറുമായി ഡിസ്കസ് ചെയ്തിട്ടാണ് DCA ഓഡിറ്റ് മാനുവൽ അമെൻമെന്റ് ചെയ്യുന്നത്. Number 39. Auditors of cooperative society is appointed from the panel of auditors approved by dash.
Answer DCA, Director of Cooperative Audit. Question number 40. After the completion of audit, the DCA shall furnish the dash to the society. Answer audit certificate. Question number 41. Every cooperative society should audit its accounts at least. Answer once in every year. എല്ലാ സൊസൈറ്റികളുടെ ഓഡിറ്റ് വർഷത്തിൽ ഒരിക്കലെങ്കിലും നടത്തിയിരിക്കണം. Question number 42. The audit conducted by Superior Officer of Auditor to test the correctness of the final audit conducted by the auditor. Answer test audit. Question number 43. A society can be classified as a D if it is get a dash mark. Answer below 35. നമുക്ക് ഈ ക്ലാസിഫിക്കേഷൻ ഈ ഓരോ കാറ്റഗറിയുടെയും നോക്കാം. ഫസ്റ്റ് കാറ്റഗറി എ കാറ്റഗറി ആണെങ്കിൽ എത്ര മാർക്കാണ്? എബോ 60. 60% മുകളിൽ മാർക്ക് കിട്ടുന്നതിനെയാണ് എന്ത് ചെയ്യുന്നത്? എ കാറ്റഗറി ബാങ്കായി കണക്കാക്കുന്നത്. ബി കാറ്റഗറി ആണെങ്കിലോ 50 മുതൽ 59 വരെ മാർക്ക് കിട്ടുന്നത് ബി കാറ്റഗറി. എ കാറ്റഗറി ഏതാണ്? 60 മുകളിലുള്ളത്. ബി കാറ്റഗറി ഏതാണ്? 50 മുതൽ 59 വരെ കിട്ടുന്നത്. സി കാറ്റഗറി വരുന്നതാണ് 35 മുതൽ 49 വരെ കിട്ടുന്നതാണ് സി കാറ്റഗറി. ബിലോ 35 ആണ് ഏത്? ഡി കാറ്റഗറി. ഒന്നുകൂടി നോക്കാം. എ കാറ്റഗറി ഏതാണ്? 60 എബോ 60 മുകളിൽ കിട്ടുന്നത് എ കാറ്റഗറി. ബി കാറ്റഗറി ഏതാണ്? 50 മുതൽ 59 വരെയുള്ളത്. സി കാറ്റഗറി ഏതാണ്? 35 to 49. ഡി കാറ്റഗറിയാണ് ബിലോ 35. ഓക്കെ. Question number 44. The subsequent page of audit certificate is called Answer audit memoranda. The subsequent page of audit certificate is called audit memoranda.
Question number 45. In a cooperative audit, bank reconciliation statement is prepared by answer auditor. ഈ കോപ്പറേറ്റീവ് ഓഡിറ്റിലാണെങ്കിൽ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത് എപ്പോഴും ഓഡിറ്റർ ആണ്. Question number 46. In a cooperative audit, the auditor is appointed by the dash. Answer DCA. കോപ്പറേറ്റീവ് ഓഡിറ്റിലെ ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്യുന്ന എപ്പോഴും ആരായിരിക്കും? DCA ആയിരിക്കും. Question number 47. How many additional registers are in audit wing in cooperative department? Answer 1 ആണ്. ഓഡിറ്റ് വിങ്ങിൽ അഡീഷണൽ രജിസ്റ്റർ ഒരാൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. Question number 48. Auditing begins with then dash ends. ഇത് സ്ഥിരം ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലെ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതിപ്പോൾ എന്താ? ഓഡിറ്റിംഗ് ബിഗിൻസ് ദെൻ അക്കൗണ്ടിങ് എൻഡ്സ്. തിരിച്ച് അക്കൗണ്ടിങ് ബിഗിൻസ് വിത്ത് ബുക്ക് കീപ്പിംഗ് എൻഡ്സ്. ഈ രണ്ട് ക്വസ്റ്റ്യനും ശരി എല്ലാ പരീക്ഷയ്ക്കും സ്ഥിരമായി മാറി മാറി ചോദിക്കുന്നതാണ്. ഓഡിറ്റിംഗ് ബിഗിൻസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? അക്കൗണ്ടിങ് എൻഡ് ചെയ്യുന്നു. അക്കൗണ്ടിങ് ബിഗിൻ ചെയ്യുമ്പോൾ ഏതാണ് എൻഡ് ചെയ്യുന്നത്? ബുക്ക് കീപ്പിംഗ് എൻഡ് ചെയ്യുന്നു. Question number 49. Audit relates to chapter dash of KCS Act. KCS ആക്ടിന്റെ ചാപ്റ്റർ 8ലാണ് ഓഡിറ്റിനെ കുറിച്ച് പറയുന്നത്. Question number 50. Auditing is an examination of books of accounts of the business by dash. Answer independent person.